റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസ് തീർച്ചയായിട്ടും ധാരാളം പേരുടെ ജീവിതത്തിൽ അനുഗ്രഹകരമാകുന്നു എന്ന് കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോമൺ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനൊരു സുവിശേഷകന, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളും ഇന്നും ഞാൻ ജീവിക്കുന്ന പല തലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രഭാതം തുടങ്ങുമ്പോൾ മുതൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇൻസ്പിറേഷൻ ആവും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിശ്വാസകോണങ്ങളിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എല്ലാത്തിനും മടുപ്പും മന്ദതയും ഒരു മടിയുമാണെന്നൊക്കെ പറയുന്നവരുടെ ജീവിതത്തിൽ ഇതൊരു വിടുതലായിരിക്കും. അപ്പോൾ എല്ലാവരെയും ടച്ച് ചെയ്തുള്ളൊരു ചെറിയ സന്ദേശമാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദിവസം ഒരു ലക്ഷ്യവുമില്ലാതെ, പ്രത്യേകിച്ച് ഇപ്പോഴേ ഏജായി, നേരത്തെ എൻ്റെ പ്രത്യേകിച്ച് യൗവന സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് രാവിലെയൊക്കെ എഴുന്നേറ്റ് ചിലപ്പോൾ 8 മണി വരെ 8:30 വരെയൊക്കെ കിടന്ന് ഉറങ്ങുന്ന, വിദേശത്തൊക്കെ ആയിരുന്ന ഘട്ടങ്ങളിൽ 90 മുതൽ 2000 കാലഘട്ടങ്ങളിൽ വിദേശത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സന്ദർഭങ്ങളൊക്കെ ഒത്തിരി വൈകി ഉണരുകയും ഒരു ക്രമീകരണമില്ല ആഹാര കാര്യങ്ങളിലോ അല്ലെങ്കിൽ ശരീരമായ വിഷയങ്ങളിൽ, മറ്റാത്മീയ വിഷയങ്ങളൊന്നും ഒരു ക്രമീകരണമില്ലായിരുന്നു. ഇന്ന് എല്ലാത്തിനും ഒരു ഓർഡറാണെങ്കിൽ അത് നല്ല രീതിയിൽ അത് പോകും. ഉദാഹരണം, ഇപ്പോൾ ഒരു പാവലോ പയറിൻ്റെയൊക്കെ തൈ നട്ടിട്ട് അത് വളർന്ന് കിളിച്ച് ആ വിത്ത് തൈയായി പടരുമ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ചരട് എങ്ങോട്ട് ദിശയിലേക്ക് കൊടുക്കുന്നു അതിലേക്ക് തന്നെ പടർന്ന്, എങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്യുന്നു അതിലേക്ക് നമുക്ക് വളർത്താൻ കഴിയത്തില്ല, പക്ഷെ ഗൈഡ് ചെയ്യാൻ കഴിയും. അത് ആ ലെവലിലേക്ക് വരും. അതാണ് ശീലങ്ങൾ, വലിയ വലിയ വ്യതിയാനം. ഞാൻ പണ്ടൊക്കെ അത് പറയും, എൻ്റെ പിതാവ് എന്നെ വഴക്ക് പറയും, നേരത്തെ എഴുന്നേൽക്കടാന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കന്ന് അറിയത്തില്ല. വളരെ വൈകി അറിഞ്ഞ്. അപ്പോൾ ആരുടെയും ജീവിതത്തിൽ ഇത് പ്രയോജനം വരുന്നെങ്കിൽ വരട്ടെ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം കൂടെ ഞാൻ ആത്മീയ സന്ദേശം പറയുമ്പോൾ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഞാനിപ്പോൾ കൃത്യമായിട്ട് തന്നെ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഇപ്പം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വന്ന് ഇരുന്ന് ഞാൻ ബ്രീത്ത് ഔട്ട് എക്സർസൈസ് ചെയ്യും. അതായത് അത് ഭയങ്കര ഒരു 10 മിനിറ്റേ ഉള്ളൂ. അത് നല്ലൊരു എനർജിക്കായി. അതൊന്ന് എടുത്ത് കഴിയുമ്പോഴത്തേന് അതിന് മുമ്പ് തന്നെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കും. 1-2 ഗ്ലാസ് വെള്ളം കുടിച്ച്, അത് പതിവായിട്ട് ചെയ്യുന്നൊരു കാര്യം, റൊട്ടീൻ. അപ്പം പിന്നെ ഇത് കഴിയുമ്പോഴത്തേന് കടുങ്കാപ്പി അങ്ങനെയുള്ള എന്തെങ്കിലും പെട്ടെന്ന് വൈഫ് അത് കൊണ്ടുവരും, ഞാൻ കുടിക്കും. പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്നൊരു കാര്യം, ഒത്തിരി നേരത്തെ ഇതിനൊക്കെ ചേഞ്ചുകളുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനത് കഴിഞ്ഞ് ഒരു 6 മണി നേരം പുലരുന്ന സമയം വരെ ജസ്റ്റ് ഒരു ബൈബിൾ റീഡിങ്, പ്രത്യേകിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഞാൻ ചെയ്യും. അത് വളരെ പ്രയോജനം. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കും, നിങ്ങൾ ആരാ, ഒന്നുമാകാത്ത ഘട്ടങ്ങളിൽ അത് എവിടെയെങ്കിലും എഴുതിയിട്ട് വിളിച്ച് പറയും. അത് ഭയങ്കര വേണമെങ്കിൽ പ്രോഗസി എന്ന് പറയും. വേറിടത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, ഒരു കൺഫെഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രഖ്യാപനം നടത്തും. ഒന്നും കാണുന്നതിന് മുമ്പ് അത് സംഭവിക്കും. അത് വിശ്വാസത്തോടെ വേണം അത് ചെയ്യാൻ. അപ്പം ഞാനത് ഇപ്പോൾ ഷോർട്ടായിട്ട് ചെയ്ത് ഒരു 6 മണിയാകുമ്പോഴത്തേന് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ്, എന്തെങ്കിലും ചെറിയ നട്ട്സ് അങ്ങനെയുള്ളത് കഴിച്ച് നേരെ പുറത്തിറങ്ങി ഇപ്പോൾ ചെയ്യുന്ന ഒരു അരമണിക്കൂർ കൊണ്ട് നടപ്പും ഒരു വർക്കൗട്ട്, പ്രത്യേകിച്ച് ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ, നല്ല എനർജിക്കായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലപ്പം ആഴ്ച 4 ദിവസം ഞാൻ ചെയ്യത്തുള്ളൂ. അത് ചിലപ്പോൾ ചൊവ്വ ചെയ്താൽ പിന്നെ ബുധൻ ഫാസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ വ്യാഴം ചെയ്യും. വെള്ളി ഫാസ്റ്റിംഗ് എന്ന് ഉച്ച കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചാൽ, ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു, ഒരു സൗരം പറഞ്ഞത് ഈ ആഹാരം കഴിക്കുന്നതും നിരാഹാരവും നല്ലതാണ്. ഒത്തിരി കാര്യം നമുക്ക് തന്നെ അറിയാം. ഈ നമ്മുടെ ശരീരം പ്രത്യേകിച്ച് ഓരോ ഭാഗങ്ങളുടെ ലിവറൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിനുള്ള അവസരം കൊടുത്തില്ലെങ്കിൽ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റെസ്റ്റ് കൊടുത്ത്
അത് നമുക്ക് വീണ്ടും അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനത് ഇന്നലെ അത് കേട്ടപ്പോഴാണ് ഏറ്റവും അത് പ്രയോജനമായി ചിന്തിച്ചത്. കാരണം ഞാൻ ബുധന് നേരത്തെ വൈകിട്ടേ കഴിക്കത്തുള്ളായിരുന്നു, ഉച്ച കഴിഞ്ഞ് അതൊരു നല്ലൊരു ഗ്യാപ്പാണ് കൊടുക്കുന്നത്. അറിയാമല്ലോ, വൈകിട്ട് ഒരു 8 മണിക്ക് ഡിന്നർ കഴിച്ചാൽ പിന്നെ ഈ വെളുപ്പ് ഒരു പിറ്റേ ദിവസം ഉച്ച വരെ ഭക്ഷണ സമയത്ത് പ്രാർത്ഥനയുമായിട്ടിരിക്കും. അപ്പോൾ ബുധൻ എനിക്ക് കൃത്യമായിട്ട് ഞാനത് ചെയ്യുന്നു. വെള്ളി ശുശ്രൂഷ, പ്രത്യേക സഭയിൽ ഉച്ചവരെയുള്ള ശുശ്രൂഷ, അത് ഭക്ഷണം വെടിഞ്ഞ് എന്നാണ് ഉച്ചവരെ. സൺഡേ പിന്നെ എനിക്ക് തോന്നുന്നു 3 സെഷനായിട്ടാണ് ആരാധന. അപ്പോൾ 2 സെഷൻ കഴിഞ്ഞ് ഒരു 10 മണി കഴിയുമ്പോൾ ലൈറ്റായിട്ട് സ്നാക്സ് എന്തെങ്കിലും ഉണ്ട് കഴിയും. നേരത്തെ അങ്ങനെയുള്ള ഉച്ചയ്ക്ക് കഴിക്കുകയുള്ളൂ, എന്തെങ്കിലും സഭയിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ എക്സസൈസ് കഴിഞ്ഞ് വരുമ്പോഴേ ഒരു 6:45 താഴെ വരും. ഞാൻ ചെറുമേളിലാണ് അത് ചെയ്യുന്നത് പറയും. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ചെയ്യുന്നത് കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ എന്തെങ്കിലും തുണി നേരത്തെ തന്നെ കൊടുത്തു വിട്ടാൽ ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊരു അയൺ ചെയ്യാനായിട്ട് 1-2 എണ്ണം ഞാൻ ചെയ്യും. നല്ലതാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തേക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എന്തോ എനിക്കറിയത്തില്ല, ഒരു എനർജിയാണ്. ഇതിലെല്ലാം ഉപരി ഞാൻ ഈ അരമണിക്കൂർ പറഞ്ഞല്ലോ ആദ്യം, ഞാനൊരു ഇംഗ്ലീഷ് മെസ്സേജ് കേൾക്കും ഒരു ദേവദാസന് റെഗുലറായിട്ട്. എനിക്ക് 3, 4, 5 വർഷം. അപ്പം നമുക്ക് ഒത്തിരി വേർഡ്സ് അതിൽ നിന്ന് കിട്ടുകയും സംസാരിക്കാനുള്ള ഒരു പ്രാപ്തി, ഒത്തിരി കാര്യങ്ങൾ. ഒരു വെള്ളക്കാരൻ്റെ അത് മെഗാ ചർച്ചാണ് അമേരിക്കയിലുള്ള. അത് എനിക്കറിയാം, പിന്നെ ഇൻസ്പയർ ചെയ്യുന്നൊരു മെസ്സേജാണ്. ഞാൻ അത് അരമണിക്കൂർ ഇതിൻ്റെ ഇടയ്ക്കാകുമ്പോൾ എനിക്കത് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയും. അപ്പോൾ ഇത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് 7 മണി കഴിയുമ്പോഴത്തേന് ഇപ്പോഴത്തെ ഒരു രീതിയാകട്ടെ, ഒരു 1-2 മാസമായിട്ട് കറക്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത് ചെയ്യുന്നതെല്ലാം നേരത്തെ ചെയ്യുമായിരുന്നു, പക്ഷേ ഓർഡർ അങ്ങോട്ടൊരു വ്യത്യാസമുണ്ട്. അന്ന് അത് കഴിയുമ്പോൾ 8 മണിയാകുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ്, ഒരു നല്ല ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. കാര്യം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ന്യായമായി അതിൻ്റെ എന്തെങ്കിലും വേണ്ട സാധനങ്ങളെല്ലാം കാണും. അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെയും ഞാൻ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞ ടൻസിൽ അല്ലെ വചനധ്യാനം, ഒരു 8, 9, 10 മണി വരെ. അപ്പോഴേക്ക് ഓഫീസ് സ്റ്റാഫുണ്ട്, അവരപ്പോഴത്തേക്ക് വരും. പ്രാർത്ഥനയ്ക്കായിട്ട് ജനങ്ങൾ വിഷയങ്ങൾക്ക് വേണ്ടി എന്നെ തേടി വരും. ഓരോ സഭാ മക്കൾ, ഞങ്ങളുടെ മെമ്പേഴ്സുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രത്യേക വിടുതൽ വേണ്ടവർക്ക് എനിക്ക് ദൈവം അങ്ങനെ ശുശ്രൂഷ നൽകിയിരിക്കുന്നുണ്ട്. പ്രത്യേകം കുട്ടികളില്ലാത്ത വിഷയം അല്ലെങ്കിൽ പ്രത്യേക രോഗങ്ങൾ, നമ്മളത് പ്രാർത്ഥിക്കുക, ദൈവമാണതിന് മറുപടി കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പല കുഞ്ഞുങ്ങൾക്ക് തടസ്സം, ജോലിക്ക് ഇൻ്റർവ്യൂ ഇത്രയിടത്ത് പോയി ജോലി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിഷയം. അത് ഹിന്ദു സഹോദരങ്ങളുണ്ട്, മുസ്ലിം, അപ്പോൾ ഇവർക്ക് ആരെങ്കിലും അറിഞ്ഞ് കേട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പകലുള്ള ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കും. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്കൂർ മയക്കമുണ്ട് ഭക്ഷണം കഴിക്കും. എപ്പോഴും പറ്റത്തില്ല, എന്നാൽ പോലും പറ്റും. അത് കഴിഞ്ഞ് ആ ഒരു ദിവസം പിന്നെ 4 മണി പിന്നെ ഓഫീസിൽ വരുന്നു, പ്രാർത്ഥിക്കും, ആരെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൈകാറാകുമ്പോൾ വീണ്ടും ഒരു 6 മണി മുതൽ പ്രാർത്ഥനയും അപ്പോൾ മെസ്സേജുകൾ കേൾക്കുകയും ഇങ്ങനെയായി. പിന്നെ ഞങ്ങളുടെ ഒരു സൂം മീറ്റിംഗ് ഉണ്ട് 8:30, അത് റെഗുലറായിട്ടുണ്ട് കോവിഡ് മുതൽ 9 മണി വരെ. അത് കഴിയുന്നു, പിന്നെയും പ്രാർത്ഥന. 10-10:30 ഉറങ്ങിയിരിക്കും, വീണ്ടും എഴുന്നേൽക്കുന്നു. എനിക്കറിയത്തില്ല, ഒരു ദിവസം അങ്ങ് എനർജിക്ക്. അപ്പം ഞാനീ പറഞ്ഞത് നിങ്ങൾ കോപ്പി ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ പറയുമല്ലോ. പക്ഷേ ഇതിനകത്ത് പ്രയോജനപ്പെടുന്ന കാര്യം, ഇപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു, ഭക്ഷണ കാര്യങ്ങളിൽ ചുരുക്കമായിട്ട് പറഞ്ഞു, പ്രാർത്ഥനയുടെ ഒരു മണ്ഡലം തൊട്ട് പറഞ്ഞു, ആത്മീയമായി. ഇതെല്ലാം കൂടെ ചിലർ വളരെ ബോഡി ബിൽഡേഴ്സായിരിക്കും, പക്ഷെ അവർക്ക് ആത്മീയമായി വളരെ പെട്ടെന്ന് ഡൗണായി. ഇതെല്ലാം കൂടെ ചേർന്ന് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു വചനമുണ്ട്, ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മേഡ്, റിജോയ്സ് ആൻഡ് ബി. ഇന്ന് യഹോവ ദൈവം ഉണ്ടാക്കിയ ദിവസം, ഇന്ന് എൻ്റെ ദിവസം, ഇന്ന് എൻ്റെ പകൽ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് മണിക്കൂറുകളല്ല, മിനിറ്റുകൾ പോലും എൻജോയ് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ഇനി അടുത്ത ദിവസങ്ങൾ അതേക്കുറിച്ച് കൂടുതൽ വിവരിക്കാം. കാണും വരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.